മഴതോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽസമ്മയും തൻ്റെ പപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എൽസമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന അലീന. എന്നാൽ എൽസയ്ക്കാവട്ടെ അലീന ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല താനും. എൽസമ്മയ്ക്ക് നേരെ എതിർത്ത് സംസാരിച്ച ടോജോയെ കൈനീട്ടി അടിക്കുന്നുണ്ടായിരുന്നു അലീന. എന്നാൽ ടോജോയ്ക്ക് തൻ്റെ ചേച്ചി നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്ന ധാരണയുള്ളത് കൊണ്ട് തന്നെ അവന് അലീനയോട് ദേഷ്യമൊന്നും തോന്നിയില്ല. എന്നാൽ അവൻ പറയുന്നുണ്ട്, പപ്പയ്ക്കും അമ്മച്ചിക്കുമൊപ്പം സ്നേഹത്തോട് കഴിയേണ്ടിയിരുന്ന ഞങ്ങളെ പപ്പയുടെ സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് നിർത്തിയത് ഈ അമ്മച്ചിയല്ലേ ചേച്ചി? ആ അമ്മച്ചിയോട് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചോദിക്കണ്ടേ എന്ന് അലീന പറയുന്നുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങൾക്കുമൊക്കെ അതിൻ്റേതായ സമയവും രീതികളുമുണ്ട്. ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടാവരുത് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അലീന അവരെ ആ മുറിയിൽ നിന്നും പറഞ്ഞയക്കാണ്. അലീനയും എൽസയോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നുമല്ല ജീവിതം. ആരുമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരവസ്ഥ വരുന്ന കാലത്ത് നിങ്ങൾക്കിതെല്ലാം മനസ്സിലാവും. നിങ്ങളെ പറഞ്ഞു തിരുത്താൻ ഞങ്ങളെ കൊണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങാൻ സമയത്ത് അലീനയുടെ കൈകളിൽ കയറി പിടിക്കുകയാണ് എൽസമ്മ. എൽസമ്മ തന്നെയാണോ തൻ്റെ കൈകളിൽ പിടിച്ചതെന്ന് തിരിഞ്ഞു നോക്കുകയാണ് അലീന. എൽസമ്മ അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല. എനിക്കറിയാം എൻ്റെ ഭർത്താവിൽ എനിക്ക് മുന്നേ അയാളുടെ ജീവിതത്തിൽ കടന്നുപോയ ഒരു സ്ത്രീയിലുണ്ടായ മകളാണ് നീ എന്ന്. അത് നിന്നെ കണ്ട ആ നിമിഷം തന്നെ എനിക്ക് മനസ്സിലായതുമാണ്. അത് പറഞ്ഞ് തിരുത്താനും അല്ലെങ്കിൽ അത് പറഞ്ഞ് എന്നെ ബോധിപ്പിക്കാനും ആരും വരേണ്ടതുമില്ല. കാരണം ശരിയാണ്, ഞാൻ എൻ്റെ കുട്ടികളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കള്ളം തന്നെയാണ് അവിടുത്തെ അമ്മച്ചി എന്നോട് കാണിച്ചു കൂട്ടിയ പോരിനെക്കുറിച്ചുള്ളൊരു കള്ളക്കഥ. സത്യമാണ്, അവരാരും തന്നെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അമ്മച്ചിയെ ഞാൻ അവിടുത്തെ ഒരു ഫോട്ടോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഫോട്ടോ തന്നെ മതിയല്ലോ നീ അവിടുത്തെ മകളാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കാൻ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്കിനി ആരെയും തിരുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തള്ളിക്കളഞ്ഞ് നിങ്ങളെ സ്വീകരിക്കാനോ എനിക്ക് കഴിയില്ല. അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറുമെന്ന് എനിക്കറിയാം. നീ ഈ പറഞ്ഞ് കാണിച്ച രേഖകളൊക്കെ സത്യമായിരിക്കാം, എന്നാൽ അതിലൊന്നും തന്നെ എനിക്ക് പരാതിയുമില്ല. ഇനിയും ഇതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. നിൻ്റെ പപ്പയോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്കായിട്ട് ഇനി പണമൊന്നും അയക്കേണ്ടെന്ന്. പിന്നെ നീ ഒരു കാര്യം കൂടി അദ്ദേഹത്തോട് പറയണം, എന്നെ ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കരുതെന്ന്. ഈ കുഞ്ഞുങ്ങളെ അയാൾക്ക് കൊണ്ടുപോവുകയോ വളർത്തുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ തടയുന്നില്ല. പക്ഷേ ഇവിടെയും അവിടെയുമായിട്ട് നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെയുള്ളവരോട് വെറുപ്പ് സമ്പാദിച്ചു കൂട്ടാൻ ഞാൻ അനുവദിക്കില്ല. ഇവിടെയാണ് അവർ നിൽക്കുന്നതെങ്കിൽ എൻ്റെയും എൻ്റെ കുടുംബക്കാരുടെയും സംരക്ഷണയിൽ തന്നെ ഇനിയും അവർ വളരും. അതല്ല അവർക്ക് അവരുടെ അപ്പച്ചനെയും അപ്പച്ചൻ്റെ വീട്ടുകാരെയുമാണ് ആവശ്യമെങ്കിൽ അവർക്ക് അവിടേക്ക് പോകാം. ഞാൻ ഒരാളെയും തടയില്ല. ടാനിയയെയോ ടെൽസയെയോ എന്തിനു പറയുന്നു, ടോജോയെ പോലും. എനിക്കറിയാം എൻ്റെ മകൾ ടെൽസയുടെ ബുദ്ധിക്കുറവുകളെക്കുറിച്ചൊക്കെ. നീ വന്നതിന് ശേഷം അവളിൽ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അതൊക്കെ മാനസികമായിട്ട് അംഗീകരിക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈകൂപ്പി ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നീ വന്ന പോലെ ഇവിടെ നിന്നും തിരിച്ചു പോകണം. എൽസമ്മയും മക്കളും നന്ദികേട് കാണിച്ചുവെന്ന് ഒരിക്കലും റീത്താമ്മച്ചി ചിന്തിക്കാനൊരിട നീ വരുത്തരുത്. ഞാൻ നാളെ പോയി റീത്താമ്മച്ചിയോട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്നും എനിക്ക് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് നീ വലിച്ചു നീട്ടി കൊണ്ടുപോകരുത്. ഒരമ്മച്ചിയുടെ അപേക്ഷയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് എൽസാമ്മ അലീനയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. അലീനയ്ക്ക് ആകെ വിഷമാണ് തോന്നിയത്. ശരിയാണ്, അലീന ഒരല്പം വാശി കാണിച്ചിരുന്നു അവരെ ഇവിടെ നിന്നും തൻ്റെ പപ്പയുടെ അരികിലേക്ക് കൊണ്ടുപോകണമെന്ന്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അലീന ഒരു നിമിഷം തകർന്നതുപോലെ അലീനയ്ക്ക് തോന്നി. അലീനയ്ക്ക് മനസ്സിലായി ഒരിക്കലും ഇവരിൽ നിന്നും ഒരു പിന്മാറ്റം ഉണ്ടാവില്ലെന്ന്. പിന്നീട് ഒരു കാലത്ത് ഇവർക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഇവർ താനേ വരട്ടെ എന്നുകൂടി അലീന മാനസികമായി ചിന്തിക്കുകയാണ്. അലീന ആ കൈകളിൽ കയറി പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മകളുടെ സ്ഥാനം തന്നെയാണ് എനിക്ക്.
നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല. അത് കർത്താവിന് നിരക്കാത്തതായി മാറും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അലീന വന്ന പോലെ നാളെ തന്നെ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ സ്റ്റാൻലി ജോസഫിൻ്റെ 3 മക്കളെയും ഞാൻ കൊണ്ടുപോകുന്നില്ല, ഭാര്യയായ നിങ്ങളെയും കൊണ്ടുപോകുന്നില്ല. എന്നാൽ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളൊക്കെ തന്നെയാണ് ശരിയെന്ന്. ആ സമയത്ത് ഞങ്ങളെ വിളിക്കാനോ ഒരു കാറ് വിളിച്ച് ആ വീട്ടിലേക്ക് കയറി വരാൻ മടി കാണിക്കുകയോ ചെയ്യരുത്. ഇത് എൻ്റെ അഭ്യർത്ഥനയാണെന്ന് പറഞ്ഞുകൊണ്ട് അലീന തിരിച്ച് കൈകൂപ്പി നിൽക്കുകയാണ് എൽസാമ്മച്ചിക്ക് മുമ്പിൽ. എൽസാമ്മച്ചിയുടെ മനസ്സ് വല്ലാതെ വിങ്ങുന്നുണ്ട്. അലീനയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ റീത്താമ്മച്ചിയുടെ വലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരെ ആരെയും തള്ളിക്കളയാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എൽസാമ്മ മുഖം തിരിച്ചു തന്നെ നിന്നു. കണ്ണിൽ നിന്നും ഉരുണ്ട് വീണ കണ്ണുനീര് അലീനയും വല്യപ്പച്ചനും കാണാതിരിക്കാൻ വല്യപ്പച്ചൻ അലീനയെയും വിളിച്ച് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. തൻ്റെ സഹോദരങ്ങൾ 3 പേരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ടെൽസയും ടാനിയയും ടോജോയും. അവർക്ക് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അലീന പറയുകയാണ്, നിങ്ങളുടെ ഈ ചേച്ചി തോറ്റു മടങ്ങുകയാണ്. ചേച്ചി നാളെ തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ടോജോ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് അലീനയോട് ചോദിച്ചു, ഇത്ര വരെ എത്തിച്ചിട്ട് ചേച്ചി എന്തു പോക്കാണ് ഈ പോകുന്നത്? ഞങ്ങളെ തനിച്ചാക്കി ചേച്ചി പോവുകയാണോ എന്ന്. അലീന വല്യപ്പച്ചനോടായി പറഞ്ഞു, വല്യപ്പച്ച ആ ഡോറൊന്ന് അടയ്ക്കാമോ എന്ന്. വല്യപ്പച്ചൻ ചെന്ന് ആ ഡോറടച്ച് ലോക്ക് ചെയ്തു. അലീന അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് പോണം മക്കളെ. കാരണം ഒരിക്കലും എൽസാമ്മച്ചിയെ പിടിച്ചു കെട്ടി കൊണ്ടുപോവാൻ നമ്മൾക്ക് സാധിക്കില്ല. എൽസാമ്മച്ചിക്ക് ഈ വീട്ടിൽ നിന്ന് അല്ല, അങ്ങനെയല്ല പറയേണ്ടത്, അത് ഈ റീത്താമ്മച്ചിയിൽ നിന്നും ഒരു ദുരനുഭവം ഫേസ് ചെയ്യുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ എൽസാമ്മച്ചിയെ പൂർണ്ണമായിട്ട് നമ്മൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ കേൾക്കണം. എന്താണെന്ന് വെച്ചാൽ, എൽസാമ്മച്ചിയുടെ അറിവിലേക്ക് ഇനി ഒരിക്കലും നമ്മുടെ പപ്പ പണമൊന്നും അയക്കത്തില്ല. ടോജോയുടെ അക്കൗണ്ടിലേക്കായിരിക്കും നിങ്ങളുടെ 3 പേരുടെയും ആവശ്യത്തിനുള്ള പണം പപ്പ അയക്കാൻ പോകുന്നത്. അതൊരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് മാത്രം എടുക്കുക. വീട്ടിലേക്ക് ചിലവിനായിട്ട് ഒരു 10 പൈസ പോലും നിങ്ങൾ അതിൽ നിന്ന് എടുക്കരുത്. കാരണം അത് അമ്മച്ചിക്ക് സംശയമുണ്ടാക്കാനിടയാവും, റീത്താമ്മച്ചിക്കും സംശയമുണ്ടാകും. അതുപോലെ തന്നെ നീ ബാങ്കിൽ പോകുന്നതായിട്ടോ ബാങ്ക് ഇടപാട് നീ നടത്തുന്നതായിട്ടോ എന്തിനു പറയുന്നു, നിൻ്റെ നമ്പറിൽ ഒരു ഗൂഗിൾ പേ പോലും ഉണ്ടാവാൻ പാടില്ല. ATM മാത്രമായിരിക്കണം നീ യൂസ് ചെയ്യേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഞാനും വല്യപ്പച്ചനും നാളെ തന്നെ ഇവിടെ നിന്ന് മടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പഴയ പോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ അമ്മച്ചിയുടെ അടുത്ത്. എന്നാൽ റീത്താമ്മച്ചിയോട് ഒരു കാരണവശാലും പഴയ അടുപ്പം ഉണ്ടാവാൻ പാടില്ല. ടെൽസയോടായിട്ട് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഴയ പോലെ ടോജോ ഈ വീട്ടിലേക്ക് വരാനുള്ളൊരവസരം നിങ്ങൾ രണ്ടാളും ഉണ്ടാക്കരുത്. ടെൽസയെ പറഞ്ഞ് മനസ്സിലാക്കണം. ടെൽസയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ മാറ്റം പഴയതുപോലെ ആവാതിരിക്കാൻ നീ ശ്രദ്ധിക്കണമെന്നൊക്കെ. 3 പേര് സ്തംഭിച്ചിരിക്കുകയാണ് അലീനയിൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റം കണ്ടിട്ട്. ഇതൊക്കെ വേണമോ ചേച്ചി എന്ന് ടോജോ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണ് ഇനിയുള്ളൊരു വഴി. കാരണം നമ്മുടെ അമ്മച്ചി, അതായത് എൽസാമ്മച്ചിയിൽ ഇങ്ങനെയല്ലാതെ ഒരു മാറ്റം സംഭവിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല. എൽസാമ്മച്ചിക്ക് റീത്താമ്മച്ചിയുടെ സ്വഭാവം മനസ്സിലാവണം. നമ്മുടെ പപ്പ പണം അയക്കാതെ ആവുമ്പോൾ ഉണ്ടാകുന്ന റീത്താമ്മച്ചിയുടെ സ്വഭാവ മാറ്റം എന്താണെന്ന് മനസ്സിലാവാതെ ഇനി യാതൊരു വഴിയുമില്ല. നാളെ ഞങ്ങളിവിടെ നിന്നും മടങ്ങും. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഞങ്ങളെ കാണണമെന്ന് തോന്നുന്നോ അപ്പോൾ ഫോൺ വിളിക്കുക. ആരും അറിയാത്തൊരു സ്ഥലം എവിടെയാണെന്ന് നോക്കിയിട്ട് ആ സ്ഥലത്തേക്ക് നിങ്ങൾ വരിക. അതും കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകുന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം. പിന്നെ ടെൽസമോളെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് കൂടി അലീന പറയുന്നുണ്ട്. 2 പേരും, അതായത് ടാനിയയും ടെൽസയും അലീനയെ വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. ടെൽസ വളരെ വിങ്ങി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിങ്ങളുടെ ചേച്ചി തന്നെയാണ് ഞാൻ. ഇവിടെ നിന്നും പോകുന്നു എന്ന് കരുതിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുകയാണ്. വല്യപ്പച്ചൻ അവരോട് പറയുന്നുണ്ട്, അലീന ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല നിങ്ങളെയും നിങ്ങളുടെ അമ്മച്ചിയെയും ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോകാമെന്ന്.
എന്നാൽ ഈ നിമിഷം മുതൽ ഞാനത് പ്രതീക്ഷിക്കുന്നു. അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കൊളുത്തൂപ്പുഴയിലുള്ള നിങ്ങളുടെ പപ്പ പണിത് നിങ്ങളുടെ ആ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ നിങ്ങൾ 4 മക്കളും നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും അടങ്ങുന്ന സുന്ദരമായ ജീവിതം നിങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. ഇത് കേൾക്കുമ്പോൾ ടാനിയയ്ക്കും ടെൽസയ്ക്കും ഒരല്പം ആശ്വാസം തോന്നുന്നുണ്ട്. ടാനിയയും ടെൽസയും ടോജോയും പറയുന്നുണ്ട്, റീത അമ്മച്ചി ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഒന്നിലും തന്നെ ഇടപെടില്ലെന്ന് ഉറപ്പ് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്നുകൂടി അലീന ചോദിക്കുമ്പോൾ അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇടപെടില്ല എന്ന് വെച്ചാൽ അമ്മച്ചി അവർ ബ്രെയിൻ വാഷ് ചെയ്ത് വീണ്ടും മാറ്റിയെടുക്കുമെന്ന് തോന്നുന്നുണ്ട് ചേച്ചി. അതൊന്നും സാരില്ല. ഞാൻ പറഞ്ഞില്ലേ, മാറ്റങ്ങളെ നമ്മൾക്ക് ഉൾക്കൊണ്ടേ കഴിയൂ. റീതാമ്മച്ചിയിൽ വരുന്ന മാറ്റവും എൽസാമ്മച്ചിയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെ വിളിച്ച് ഇതൊക്കെ നിങ്ങൾ പറയുകയും വേണമെന്നുകൂടി അലീന പറയുകയാണ്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ഉറങ്ങാനായി ഓരോരുത്തരും അവരവരുടെ മുറികളിലേക്ക് പോകാനൊരുങ്ങാണ്. എന്നാൽ ടാനിയയും ടെൽസയും അലീനയെ പിടിച്ചു നിർത്താണ്. ഇന്നത്തെ ദിവസം ചേച്ചി ഞങ്ങളുടെ ഒപ്പം ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ടോജോ പറയുന്നുണ്ട്, ഞാനും വല്യപ്പച്ചനും അപ്പുറത്തെ മുറിയിൽ കിടന്നോളാം എന്ന് പറഞ്ഞ് വല്യപ്പച്ചനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ടോജോയും പോവുകയാണ്. അവർ അപ്പുറത്തെ മുറിയിലേക്ക് നടക്കുമ്പോൾ വല്യപ്പച്ചൻ ടോജോയോട് പറയുന്നുണ്ട്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ വല്യപ്പച്ചനെ നീ വിളിക്കണം, വിളിക്കാതിരിക്കരുത്. എന്താവശ്യവും ഈ വല്യപ്പച്ചൻ നടത്തി തരും. നിങ്ങളെ ഇത്രയും കാലം ഒന്നും വന്ന് കാണാത്തതിലൊക്കെ ഇപ്പോൾ ഈ വല്യച്ഛന് വല്ലാത്ത കുറ്റബോധമുണ്ട്. അലീന പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളായിരിക്കും നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുകൂടി വല്യപ്പച്ചൻ പറയുകയാണ്. ടോജോ പറയുന്നുണ്ട്, പണ്ടെപ്പോഴോ ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വല്യപ്പച്ച, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന്. അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അന്നത്തെ ദിവസം ഉറങ്ങാനായി കിടക്കുകയാണ്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അലീനയും വല്യപ്പച്ചനും യാത്രയായി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. രാവിലെ തന്നെ അവർ ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. അഞ്ജലിയിലെ എൽസമ്മയുടെ വീടിനെ ഉപേക്ഷിച്ച് പടിയിറങ്ങാൻ നിൽക്കുന്ന അലീനയോടും വല്യപ്പച്ചനോടും എൽസമ്മ വന്ന് പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാമെന്ന്. അലീന പറയുകയാണ്, എൽസാമ്മച്ചി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്. എന്തായാലും പോവാനായി ഇറങ്ങിയതല്ലേ, ഇനി കാത്തു നിൽക്കുന്നില്ല. ഞാൻ കാറ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കാറുമായിട്ട് ഇപ്പോൾ തന്നെ വരും. റീതാമ്മച്ചിയോട് പറഞ്ഞാൽ മതി ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പോയിന്ന്. നിങ്ങൾ പഴയ പോലെ ജീവിക്കണം, കുട്ടികളെ വിഷമിപ്പിക്കരുത്. എൽസാമ്മച്ചി ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിലുണ്ട്, അതൊക്കെ ഇനിയെങ്കിലും നോക്കിയും കണ്ടും ചെയ്യണമെന്നു കൂടി അലീന പറഞ്ഞു കൊടുക്കുകയാണ്. അലീന ടാനിയയും ടെൽസയെയും കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു മുത്തൊക്കെ വെച്ചിട്ട് യാത്ര പറഞ്ഞിറങ്ങാണ്. വല്യപ്പച്ചൻ തൻ്റെ മരുമോളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. എൽസാമ്മയോടായിട്ട് വല്യപ്പച്ചൻ പറയുകയാണ്, വഴക്കുകളും പിണക്കുകളും ഏതൊരു ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവുന്നത് തന്നെയാണ്. അത് ഇണക്കവും വഴക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു പൂർണ്ണതയിലെത്താത്ത ദാമ്പത്യ ജീവിതമായിരിക്കും. എന്നാൽ ആ ഇണക്കും വഴക്കും പിണക്കങ്ങളും ഒക്കെ തന്നെ തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് പിന്നീട് എല്ലാം മറന്ന് പിന്നീടും ജീവിക്കാനുള്ള പ്രേരണ എത്തുന്നത്. ഇത് 3 മക്കളായിട്ടും അങ്ങനെ ഒരു ചിന്ത നിന്നിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഈ ചിന്തിക്കുന്നത് പോലെയല്ല ഈ വല്യപ്പച്ചൻ പറയുന്ന വാക്ക്, അല്ലെങ്കിൽ നിൻ്റെ അമ്മായിയച്ഛൻ പറയുന്ന ഈ വാക്ക് നീ മനസ്സിലോർത്തോ. നീ വീണ് കിടക്കുന്ന ഒരു കാലത്ത് നിൻ്റെ കൈ പിടിക്കാൻ വരുന്നതാരാണോ അവരായിരിക്കും നിൻ്റെ ജീവിതാവസാനം മുഴുവൻ നിന്നോടൊപ്പം ഉണ്ടാവാൻ പോകുന്നത്. ശരിയപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചനും ഇറങ്ങുകയാണ്. വല്യപ്പച്ചനെയും അലീനയെയും മുറ്റം വരെ യാത്രയയക്കാനായിട്ട് ടാനിയയും ടെൽസയും ടോജോയും കൂടെ തന്നെയുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു അപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ജെറി ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവർ ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. എൽസാമ്മച്ചി എന്തൊക്കെയോ പറഞ്ഞ് അവരെ ഇറക്കി വിട്ടിരിക്കുകയാണെന്നൊക്കെ. എൽസാമ്മച്ചി യാത്രയയക്കാൻ മുറ്റത്ത് വരാതായപ്പോഴും അവരങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അവൻ ഓടിപ്പോയിട്ട് അവൻ്റെ റീതാമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റീതാമ്മച്ചിയും ഈ കാഴ്ച കാണാനായി പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവർ രണ്ടുപേരും കാറിൽ കയറുകയും കുട്ടികൾ അവർക്ക് യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറുകയും ചെയ്തിരുന്നു. ജെറി റീതാമ്മച്ചിയോട് പറയാണ്, എൻ്റെ പൊന്നമ്മച്ചി
അങ്ങനെ ആ ശല്യങ്ങൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം കുട്ടികളൊക്കെ വലിയ സങ്കടത്തോടു കൂടി യാത്ര അയക്കുന്നതാണ് കണ്ടത്. ഇനി എനിക്ക് പോകണമെന്ന് ആ വീട് വരെ. ഇനിയാണ് ഞാൻ പഴയ കളികളൊക്കെ കളിക്കാൻ പോകുന്നതെന്ന്. റീത്താമ്മച്ചി അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. നീ എന്ത് കളി അവിടെ കളിക്കാൻ പോകുന്നത്? അല്ല, എനിക്ക് ഈ വീട് പോലെ തന്നെയായിരുന്നല്ലോ ആ വീടും. അത് വെച്ച് പറഞ്ഞതാണെന്ന് ഒരു ഉഴപ്പം മട്ടിൽ പറഞ്ഞുകൊണ്ട് അവൻ അവിടേക്ക് കയറിപ്പോയി. എന്നാൽ റീത്താമ്മച്ചിക്ക് ഇനി തൻ്റെ സഹോദരിയോട് വഴക്കിട്ട് നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി പതിയെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. എൽസാമ്മയോടായി റീത്താമ്മച്ചി പറയുകയാണ്, നീ ഇപ്പോഴാടി എൻ്റെ സഹോദരിയായത്. പിന്നെ ഇന്നലെ നമുക്കിടയിൽ നടന്നതൊക്കെ അവളോടുള്ള ദേഷ്യവും വൈരാഗ്യവുമായിട്ട് നീ കണക്കാക്കിയാൽ മതി. എൻ്റെ മോൾക്ക് നൊന്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്നലെ താൻ കുരക്കിന് പിടിച്ച് ഞെക്കിയ ആ പാടിലേക്കൊക്കെ ഈ റീത്താമ്മച്ചി ഒന്ന് തടവി നോക്കുകയാണ്. എൽസയ്ക്ക് മനസ്സുകൊണ്ട് വിഷമമുണ്ട്. അവർ പോയതിലാണോ അതോ തൻ്റെ ചേച്ചിയുമായിട്ട് ഇന്നലെ വഴക്കിട്ടതിലാണോ അവർക്കൊപ്പം പോവാൻ കഴിയാത്തതിനാണോ എന്നൊരു ഉറപ്പ് എൽസാമ്മച്ചിക്ക് കിട്ടുന്നില്ല താനും. റീത്താമ്മച്ചിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും എൽസാമ്മച്ചിക്ക് കഴിയുന്നില്ല. എൽസാമ്മച്ചിയുടെ ആ മാറ്റങ്ങളൊക്കെ റീത്താമ്മച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. റീത്ത ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റി? ഒരു വിഷമം? ഇന്നലെ കഴിഞ്ഞു പോയ കാര്യത്തെ ഓർത്താണോ? അതൊക്കെ നീ വിട്ടേക്ക്. എനിക്കിപ്പോഴാണ് നിന്നോട് സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്നത്. ഇത്രയും ദിവസത്തിനുള്ളിൽ നീ അവരെ പറഞ്ഞു വിട്ടല്ലോ. അവളുടെ മുഖത്ത് നോക്കി എനിക്ക് 2 പറയണം എന്നുണ്ടായിരുന്നു. അവളും ഞാനും കൂടി വെച്ചിരുന്ന കണ്ടീഷൻ 30 ദിവസമാണല്ലോ. അത്രയും നീങ്ങി പോവാനുള്ള ഒരു ത്രാണി പോലും അവൾക്കില്ലാതെയാണോ ഈ വീട്ടിലേക്ക് കയറി വന്നതെന്നാണ് എൻ്റെ അതിശയം. അതൊക്കെ പോട്ടേടി കൊച്ചേ. വന്നവരും നിന്നവരൊക്കെ അവരുടെ പാടും നോക്കിപ്പോയി. ഇനി പഴയ പോലെ നിൻ്റെയും നിൻ്റെ മക്കളുടെയും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും കുട്ടികളെ കാണാനായി ഇപ്പം ഞാൻ നിൽക്കുന്നില്ല. ഞാനേ അവർ പോകുന്നത് കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ഇറങ്ങി വന്നതാ. കിച്ചണിൽ ചെറിയ പണികളൊക്കെ ബാക്കി കിടക്കുന്നുണ്ട്. നമുക്ക് നാളെ തന്നെ പള്ളിയിലേക്കൊന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റീത്താമ്മച്ചി തൻ്റെ സഹോദരിയെ തലയിലൊക്കെ ഒന്ന് തലോടിക്കൊണ്ട് പുറത്തേക്ക് അവരുടെ വീട്ടിലേക്ക് തന്നെ കയറി പോവുകയാണ്. എൽസാമ്മച്ചിക്ക് മാനസികമായിട്ട് എന്തൊക്കെയോ വിഷമങ്ങൾ കഴിഞ്ഞുകൂടി പോകുന്നുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തിൻ്റെ പേരിലാണ്, എന്തിൻ്റെ വിഷമാണെന്നൊക്കെ. എന്നാൽ മക്കളാരും തന്നെ പരസ്പരം സംസാരിക്കുന്നില്ല. ടാനിയയും ടോജോയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ തന്നെ കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ടെൽസ പഴയതുപോലെ തൻ്റെ ചിത്രവരയിലും. റീത്താമ്മച്ചി അവരെ നിർബന്ധിക്കാനും നിന്നില്ല. അങ്ങനെ കൊളുത്തൂപ്പുഴയിലേക്ക് തിരിച്ചെത്തുകയാണ് നമ്മുടെ വല്യപ്പച്ചനും അലീനയും. വന്ന് കയറുമ്പോൾ തന്നെ സ്റ്റാൻലി ജോസഫിന് ചെറിയ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. സ്റ്റാൻലി അവളോടായി ചോദിക്കുന്നുണ്ട്, എല്ലാം അടക്കി ഒതുക്കി മദ്യപാനത്തിൽ മാത്രം സുഖം കണ്ട് ജീവിച്ചിരുന്ന എനിക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ തന്നിട്ട് നീ ഇപ്പോൾ കയ്യും വീശിയാണോ അഞ്ചലിൽ നിന്നും തിരിച്ചു വന്നിരിക്കുന്നതെന്ന്. വല്യപ്പച്ചൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അലീന സ്റ്റാൻലി ജോസഫിനോടായി ചോദിക്കുകയാണ്, ഇത് കൊള്ളാലോ. അപ്പോൾ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നിരുന്നത്. ഭാര്യയും മക്കളുമായിട്ട് ഞാൻ തന്നെ ഈ വീട്ടിലേക്ക് കയറി വരുമെന്ന്. പിന്നെ നീ എന്നോട് പ്രതീക്ഷകളൊക്കെ തന്നത് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ എന്താ നീ ഇങ്ങനെ പറയുന്നത്? എങ്കിലേ സ്റ്റാൻലി ജോസഫ് എന്ന എൻ്റെ പപ്പ ചെവി തുറന്ന് വെച്ച് തന്നെ കേട്ടോളൂ. അധികം വൈകാതെ, കൂടി വന്നാൽ 1-2 മാസം അത്രയ്ക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഭാര്യയും മക്കളും ഈ വീട്ടിലേക്ക് തിരിച്ചെത്തും. അത് കഴിയുമ്പോൾ ഈ അലീനയോട് ഇറങ്ങിപ്പോവാൻ പറയരുത് എന്ന് അലീന തമാശ രൂപേണ പറയാണ്. സ്റ്റാൻലി ജോസഫ് പപ്പയോടായി ചോദിക്കുന്നുണ്ട്, അതായത് വല്യപ്പച്ചനോടായി ചോദിക്കുകയാണ്, ഇവളെന്താ അപ്പച്ചായി പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. വല്യപ്പച്ചൻ അപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. ഇങ്ങനെയല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം കലങ്ങി തെളിയാൻ പോവുകയാണെന്ന് തന്നെ നീ പ്രതീക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും വല്യപ്പച്ചനും അകത്തേക്ക് കയറി പോവുകയാണ്. അലീന അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അവളുടെ പപ്പ സ്റ്റാൻലി ജോസഫ് സിറ്റ് ഔട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അതെ തിരിച്ചു വന്നു എന്ന് കരുതി ആ കിച്ചണിൽ കയറി അവരുമായിട്ട് ഉടക്കിനൊന്നും നീ നിൽക്കാൻ നിൽക്കണ്ട എൻ്റെ പൊന്നലീനെ. അവിടെ വളരെ സന്തോഷപൂർവ്വം തന്നെ കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, നീ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രകാരം തന്നെ. അലീന ചിരിച്ചുകൊണ്ട് തന്നെ പറയാണ്,
അതിപ്പോൾ പപ്പ പറയുന്ന പോലെയല്ലല്ലോ. പരിശോധനകളൊക്കെ മുറയായിട്ട് തന്നെ നടക്കും. എനിക്കൊന്ന് അറിയണമല്ലോ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെയെന്ന്. അലീന നേരെ തൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്താണ് വല്യപ്പച്ചന് സ്റ്റാൻലിയോട് എന്തോ പറയണമെന്ന് കരുതി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗ് ആ സ്റ്റെയറിൻ്റെ അവിടെ വെച്ചിട്ട് വല്യപ്പച്ചൻ തിരിച്ച് സ്റ്റാൻലി ജോസഫിൻ്റെ അരികിലേക്ക് വരുന്നത്. സ്റ്റാൻലി ജോസഫിനോടായി വല്യപ്പച്ചൻ പറയുന്നുണ്ട്, നിനക്ക് അലീനയ്ക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും തോന്നുന്നില്ലേ സ്റ്റാൻലി? അവൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിനക്ക് വേണ്ടി ചെയ്തു തരുന്നത്. നീ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾ കണ്ടെത്തിയിട്ടില്ലേ? നിൻ്റെ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ, വീട്ടിൽ നടക്കുന്ന അനീതികൾ, എന്തൊക്കെ കാര്യങ്ങൾ നീ ഇത്രയും കാലത്തിനിടക്ക് അവൾക്ക് എന്താ ചെയ്തു കൊടുത്തിട്ടുള്ളത്? തൻ്റെ പപ്പയുടെ വാക്ക്, അതായത് ഔതുക്കുട്ടിച്ചായൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ഞാൻ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലെന്നാണോ ഈ പറയുന്നത്? അവൾക്ക് ഞാൻ എന്ത് വേണമെന്ന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അവൾക്ക് ജിമ്മിൽ പോകണോ, ഗോൾഡ് വേണോ, ഡ്രസ്സുകൾ വേണോ, കാറ് വേണോ, അവൾ എന്ത് പറയുന്നോ അത് ഞാൻ ചെയ്തു കൊടുത്തിരിക്കുമെന്ന്. വല്യപ്പച്ചൻ തലയാട്ടി കഷ്ടം തന്നെ എന്ന അർത്ഥത്തിൽ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എടാ, അവളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നീ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടല്ലോ അപ്പച്ച. അത് മേനോൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം എന്തോ ഹോം നേഴ്സിംഗ് അങ്ങനെ എന്തോ ഒരു കോഴ്സ്, ഞാൻ ആദ്യമായിട്ട് കേട്ടതാണ്. അങ്ങനെ എന്തോ ഒരു കോഴ്സ് അവൾ ചെയ്തിട്ടുണ്ടെന്ന്. അതിനുശേഷം അയാളും അവളോട് പറഞ്ഞതാണത്രേ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ എന്തെങ്കിലും ഡിഗ്രിയോ ഡിപ്ലോമയോ അങ്ങനെ എന്തെങ്കിലും. അതല്ല, ഈ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ BSc നഴ്സിംഗ്. നമ്മൾ വിചാരിച്ചാൽ എവിടെയാണ് അവൾക്ക് സീറ്റ് ലഭിക്കാതിരിക്കുക? എന്ത് വേണമെങ്കിലും അവൾക്ക് ചെയ്തു കൊടുക്കാമെന്ന്. അല്ല, നീ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും അവളോട് സംസാരിച്ചിട്ടുണ്ടോ? അവളോട് സംസാരിക്കാനായിട്ട് അവൾ അതിനുള്ളൊരവസരം നമുക്ക് തന്നിട്ടുണ്ടോ? അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം റാണി മോളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാം പകുതി വഴിക്ക് ഉപേക്ഷിച്ച പോലെ തിരിച്ചു വന്നിരിക്കുകയാണ്. റാണി മോളുടെ കുഞ്ഞിനെ കണ്ടെത്തണമെന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് അവൾ വേറെ വഴിക്ക് സഞ്ചരിച്ചു. ടോജോയെയും ടാനിയെയും ടെൽസിയെയും ഒക്കെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കണം, എലിസമ്മയുടെ വഴക്ക് മാറ്റണമെന്നൊക്കെ. നീ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ അവൾ പൂർത്തീകരിച്ചില്ലെന്നാണോ? അങ്ങനെയല്ല അപ്പച്ച, എനിക്കറിയാം അവൾ എന്തെങ്കിലും തുടക്കമിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചിട്ട് തന്നെ അവൾ അതിൽ നിന്നും പിന്മാറുള്ളൂ എന്ന്. അതിനിടയ്ക്ക് അവളോട് ഈ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ചെന്നാൽ അവൾ സമ്മതിക്കുമെന്ന് അപ്പച്ചന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. സമ്മതിക്കുകയല്ലല്ലോ സ്റ്റാൻലി, നമ്മൾ സമ്മതിപ്പിക്കുകയല്ലേ വേണ്ടത്. നീ ഒരു കാര്യം ചെയ്യൂ, വിളിച്ചിട്ട് മേനോനോട് അവളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്കൊന്ന് വേണമെന്ന് ആവശ്യപ്പെടൂ. അതൊക്കെ അവൾ കൊണ്ടുവന്നിട്ടില്ലെന്നല്ലേ ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? അപ്പച്ചൻ അവളോട് ചോദിച്ചായിരുന്നു. അവളെ ഡ്രൈവിംഗ് ക്ലാസ്സിന് ചേർത്തേണ്ട കാര്യം നമ്മൾ സംസാരിച്ചപ്പോൾ ചോദിച്ചായിരുന്നു. അവളുടെ കയ്യിൽ ആധാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂൾ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ അവൾ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അച്ഛനോട് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞ് അവൾ അവിടെ ഏൽപ്പിച്ചുവെന്ന്. ഓ, അങ്ങനെ പറഞ്ഞു അല്ലേ? എന്തായാലും ഞാനൊന്ന് മേനോനെ വിളിക്കട്ടെ എന്നുകൂടി സ്റ്റാൻലി ജോസഫ് പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ വീടിനകത്തേക്ക് കയറുന്നുണ്ട്. പതിവ് പോലെ അലീന ഒന്ന് ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി കിച്ചണിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. കിച്ചണിൽ കയറി ഫ്രിഡ്ജിൽ ദോശമാവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് കാണുന്ന പൗലോസ് ചോദിക്കുന്നുണ്ട്, ഓ വന്നോ ഭരണാധികാരി? എന്താണാവോ വന്നപാട് ഫ്രിഡ്ജിൽ? ഒന്നും തന്നെ വേസ്റ്റാക്കി വെച്ചിട്ടില്ല. മേം സാബ് വരുന്ന വിവരം ഇന്നലെ തന്നെ കേണൽ സാബ് അറിയിച്ചിരുന്നു. ഇവിടെ കിച്ചൺ നീറ്റാക്കിയിടണമെന്നും ഫ്രിഡ്ജിൽ അനാവശ്യമായ ഒരു ഭക്ഷണ സാധനങ്ങളും വേസ്റ്റാക്കി വെച്ചേക്കരുതെന്നൊക്കെ. അലീന ഫ്രിഡ്ജിൽ നിന്നും നിവർന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അത് ശരി, അപ്പോൾ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ പലതും നടന്നിരുന്നു അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും നടന്നിട്ടില്ലേ, അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. കർത്താവിനെ ഓർത്ത് തല്ലുണ്ടാക്കാൻ നിൽക്കരുത്. കുഞ്ഞിന് എന്താ ഇപ്പം കഴിക്കാൻ വേണ്ടത്? ഇന്ന് രാവിലെ ഇവിടെ എന്തായിരുന്നു? എന്തായിരുന്നു? ഞാൻ മറന്നുപോയല്ലോ.
എന്ന് പൗലോ ചായൻ. അലീന കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു കാസ്ട്രോൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതിൽ പുട്ടിരിക്കുന്നത് അലീന കാണുകയാണ്. കറി എന്താണെന്ന് നോക്കിയപ്പോൾ ചിക്കൻ കറിയും കാണുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, വല്യപ്പച്ചനോട് ഭക്ഷണം കഴിക്കാനൊന്ന് വന്നിരിക്കാൻ പറയോ, ഞാനിതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്ന്. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അകത്തേക്ക് പോയി വല്യപ്പച്ചനെ കൂട്ടിക്കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിലൊക്കെ ഇരുത്തുന്നുണ്ട്. അലീന പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. വല്യപ്പച്ചനും മോളും കൂടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. പുറത്ത് സ്റ്റാൻലി ജോസഫ് നമ്മുടെ ബാലചന്ദ്രനെ വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഫോണിൽ നമ്പറൊക്കെ ഡയൽ ചെയ്യുന്നുണ്ട്. മറുവശത്ത് ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കോള് കണ്ടപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാണ്. ഇതേ സമയം ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയിലിരിക്കുകയാണ്. സ്റ്റാൻലി ജോസഫ് പതിവ് പോലെ തന്നെ വളരെ ഉഷാറിലാണ് ബാലചന്ദ്രനോട് സംസാരിക്കുന്നത്. എന്തൊക്കെയുണ്ട് മേനോനെ വിശേഷങ്ങൾ, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സംസാരം തുടങ്ങുന്നുണ്ട്. ബാലചന്ദ്രൻ ഒരു ഒഴുക്കം മട്ടിയിൽ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു, ലൈഫ് ഓക്കെയാണ്, ബിസിനസ്സൊന്നും ഒരു കുഴപ്പമില്ലാന്ന്. സ്റ്റാൻലി ജോസഫ് ഹെൽത്തിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ചെക്കപ്പൊക്കെ കറക്റ്റായിട്ടൊക്കെ ചെയ്തു പോകുന്നില്ലേ, കുട്ടികളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നില്ലേ, അവരൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി ജോസഫിനോട് അവരെല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. സ്റ്റാൻലി ജോസഫ് എന്താ രാവിലെ തന്നെ? അത്ര രാവിലെ അല്ലല്ലോ മേനോനെ, സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നു. ആ ശരി, സമ്മതിച്ചു. എന്താ വിളിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞോളൂ. ഓ പറയാം. എൻ്റെ അപ്പച്ചനുണ്ടല്ലോ, അപ്പച്ചൻ പറയാണ് അലീനയുടെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആയിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന്, അവളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും ഇതുവരെ നോക്കിയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ അവളുടെ വിദ്യാഭ്യാസ കാര്യം തന്നെ ആവട്ടെ ആദ്യത്തേതെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു എന്ന് പറയാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീനയോട് അതിനെക്കുറിച്ച് സംസാരിച്ചോ? അവൾക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായി മുന്നോട്ട് പോവാതിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ അവളുടെ വിദ്യാഭ്യാസം ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയേനെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അവളോട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. മേനോൻ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. അവളുടെ ആ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അവൾ പഠിച്ചു നിർത്തിയ ആ +2 പിന്നെ അവൾ എന്തോ കോഴ്സ് ചെയ്തത് പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും എനിക്കൊന്ന് എത്തിച്ചു തരണം. വേണമെങ്കിൽ ഞാൻ വന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സിലേക്ക് ഒന്ന് കൊറിയർ അയച്ചു തരാമോ എന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവളുടെ ഭാവിയെക്കുറിച്ച് എന്നും എനിക്കെപ്പോഴും ഉത്കണ്ഠ തന്നെയാണ്. അവൾ വിദ്യാഭ്യാസം ഇനി മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ഞാനത് ഉടനെ തന്നെ സ്റ്റാൻലി ജോസഫിന് എത്തിച്ചു തന്നോളാമെന്ന് വാക്ക് കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. അവർ തമ്മിൽ അങ്ങനെ ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അവളുടെ വിദ്യാഭ്യാസം അതവൾ സമ്മതിച്ചു കഴിഞ്ഞാൽ അവൾ വലിയ നിലയിൽ തന്നെ എത്തും. പക്ഷെ അവൾ സമ്മതിപ്പിക്കുമോ എന്നൊരു ചിന്ത ബാലചന്ദ്രനിലും വരികയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ ഉടൻ തന്നെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ശുഭരാത്രി.